നമസ്കാരം, ഗുഡ് ഈവനിംഗ് തിരുവനന്തപുരം. വായനയുടെ മഹാമേളയിലേക്ക്, കേരള നിയമസഭയിലേക്ക്, ആൻഡ് മോറോവർ KLIBF റിപ്പോർട്ടർ മെഗാ ഷോ ബ്രാൻഡ് അവാർഡ് 2026ലേക്ക് ഏവർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. യെസ്, അപ്പോ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടും ഏറെ ബഹുമാനത്തോടു കൂടിയും സ്വാഗതം ചെയ്യുകയാണ്. KLIBF റിപ്പോർട്ടർ മെഗാ ഷോ ബ്രാൻഡ് അവാർഡ്സ് 2026ന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ സർ, വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, കേരള തദ്ദേശ സ്വയം ഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്, കോവൂർ കുഞ്ഞുമോൻ MLA, ഒപ്പം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ, ആൻഡ് ഓൾസോ റിട്ടയർഡ് ജസ്റ്റിസ് ശശിധരൻ. വേദി ധന്യമായി കഴിഞ്ഞിരിക്കുന്നു മഹത് വ്യക്തിത്വങ്ങളുടെ ആ ഒരു സാന്നിധ്യത്താൽ. ഇനി തീർച്ചയായും ഈ ഒരു ആഘോഷരാവിന് മാറ്റുകൂട്ടാൻ കാരണമായിട്ടുള്ളവരെ നമുക്കിവിടേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കറിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് KLIBF-ൽ റിപ്പോർട്ടർ മെഗാ ഷോ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന റിപ്പോർട്ടർ TVക്ക് കേരള നിയമസഭയുടെ ഉപഹാരം സമർപ്പിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ എൻ ഷംസീർ സർ സമ്മാനിക്കുന്നതാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി, ഉപഹാരം ഏറ്റുവാങ്ങാനായി റിപ്പോർട്ടർ TVയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജിംഗ് എഡിറ്റർ ശ്രീ ആന്റോ അഗസ്റ്റിൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒപ്പം കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ, രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി നിറഞ്ഞ കയ്യടികളോടുകൂടി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇനി KLIBF റിപ്പോർട്ടർ മെഗാ ഷോ ഗ്രാൻഡ് അവാർഡ്സ് 2026 അക്ഷരോത്സവത്തിന്റെയും മികവിന്റെയും അംഗീകാരം നൽകുന്ന ഈ മഹാവേദിയിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ സർ. KLIBF-ന്റെ 4th എഡിഷൻ ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഈ 4 എഡിഷനിലും ഞങ്ങളുമായി സഹകരിച്ച ചാനലാണ് റിപ്പോർട്ടർ. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും പിൻഫലവും ഇക്കാലം അത്രയും നൽകിയ റിപ്പോർട്ടർ ചാനലിനോട് ലെജിസ്ലേച്ചറിന്റെ നന്ദി ഘട്ടത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഭാവിയിലും ഞങ്ങളുമായി സഹകരിക്കാൻ റിപ്പോർട്ടർ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞ് റിപ്പോർട്ടറിന് ഇത്തരം ഒരു ഷോ ഒരുക്കാൻ അവർക്കെല്ലാ പിന്തുണയും നൽകിയ സ്പോൺസർമാരോടും കേരള ലെജിസ്ലേച്ചറിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സർ. വൈവിധ്യങ്ങളായ സാംസ്കാരിക സവിശേഷതകൾ ഒരു കുടക്കീഴിൽ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യമാണ് തിരുവനന്തപുരം പട്ടണത്തിലെ ജനങ്ങൾക്കുള്ളത്. ഇത് അഭംഗുരം തുടരേണ്ട ഒരു സാമൂഹ്യ പ്രക്രിയയാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ആദരണീയനായ കേരള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർകൾ രണ്ടു വാക്ക് സംസാരിക്കുന്നു. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാമത്തെ എഡിഷനിലെത്തുമ്പോഴേക്കും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക ആശയ സംവാദത്തിന്റെ വേദിയായി മാറിയെന്നത് വളരെ വളരെ അഭിമാനകരമാണ്, ഏറെ സന്തോഷം നൽകുന്നതാണ്. ഈ വളർച്ചയിൽ ഒരു മുൻ സ്പീക്കർ എന്ന നിലയിലുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിനെ ഈ നിലയിലേക്ക് വളർത്തിയെടുക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച സ്പീക്കർ ശ്രീ എൻ ഷംസീറിനെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ സമാപന ഷോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടർ TVയാണ്. റിപ്പോർട്ടർ TVയെയും അഭിനന്ദിച്ചുകൊണ്ട്, കാരണം ഒരു നല്ല ഉദ്യമത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. റിപ്പോർട്ടറിനെയും അഭിനന്ദിക്കുന്നു. ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സോ മച്ച്. അടുത്തതായി ബഹുമാനപ്പെട്ട MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവർക്ക്. ഒരു സംസ്ഥാനത്തുമില്ലാത്ത പ്രത്യേകതയാണ് കേരള നിയമസഭയിൽ സ്പീക്കറും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഒരുക്കിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മുടെ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ, ഏറ്റവും ജനകീയമായ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. തീർച്ചയായിട്ടും എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് വർത്തമാനം അവസാനിപ്പിക്കുന്നു.
വലിയ വാക്കുകൾക്ക് നന്ദി സർ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നു കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ. ഈ ആഘോഷരാവ് ആസ്വദിക്കൂ. നന്ദി. എല്ലാവർക്കും സ്വാഗതം. അടുത്തതായി റിട്ടയർഡ് ജസ്റ്റിസ് ശശിധരൻ സർ. ഇത്രയധികം ആൾക്കാരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുസ്തക ഫെസ്റ്റിവലിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ശ്രീ ഷംസീറിനും അദ്ദേഹത്തിന്റെ നിയമസഭയിലെ മറ്റു എല്ലാവർക്കും എൻ്റെ ചാരിതാർത്ഥ്യം അർപ്പിക്കുകയാണ്. റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജിംഗ് എഡിറ്റർ ശ്രീ ആന്റോ അഗസ്റ്റിൻ സർ. എല്ലാവർക്കും നമസ്കാരം. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിന്റെ നിമിഷമാണ്. കാരണം രണ്ടാമത്തെ പ്രാവശ്യമാണ് KLIFന്റെ ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നതും നിങ്ങളെല്ലാവരെയും കാണുന്നതും. നിയമസഭ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറയുമ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സമയവും നിമിഷങ്ങളുമാണ്. അപ്പോൾ ഈ പരിപാടിക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കി തന്ന സ്പീക്കർക്കും മിനിസ്റ്റേഴ്സിനും സർക്കാരിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. റിപ്പോർട്ടർ TVയുടെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺ കുമാർ. നമസ്കാരം പ്രിയപ്പെട്ടവരെ. നിയമനിർമ്മാണ സഭയെ അക്ഷരാർത്ഥത്തിൽ ഒരു ജനകീയ സഭയാക്കി മാറ്റിയ സർക്കാരിന്റെ 4ാമത്തെ എഡിഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അല്പസമയം മുമ്പ് സ്പീക്കറിന്റെ ചേംബറിൽ വെച്ച് സ്പീക്കർ പറഞ്ഞു, 5ാമത്തെ എഡിഷനും പ്രഖ്യാപിച്ചിട്ടാണ് ഞങ്ങൾ തുടരാൻ പോകുന്നത് എന്നാണ് സ്പീക്കർ പറഞ്ഞത്. ആത്മവിശ്വാസത്തിന് അഭിനന്ദനങ്ങൾ ആദ്യമേ പറയട്ടെ. രണ്ടാമത്, സാധാരണ നിയമനിർമ്മാണ സഭയും പ്രസിഡന്റിന്റെ പാലസും ഒക്കെ ജനങ്ങൾ ഇതേപോലെ സന്ദർശിക്കുന്നത് ഒന്നുകിൽ പ്രസിഡന്റിനെ വലിച്ച് പുറത്തിടാനോ നിയമനിർമ്മാണ സഭ അടിച്ചു തകർക്കാനോ ഒക്കെ വേണ്ടിയാണ്. നിങ്ങൾ നേപ്പാളിൽ അത് കണ്ടിട്ടുണ്ട്. ഇറാനിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ലോകമെമ്പാടും ഒരു ജൻസി പ്രക്ഷോഭത്തിന്റെ കാലം വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പുതിയ തലമുറയിലെ മനുഷ്യര് ഇതൊന്നുമല്ലാതെ നിയമസഭയിലേക്ക് വരുന്ന കാഴ്ച ഒരുപക്ഷെ കേരളത്തിൽ ഇവിടെ ഈ നിയമനിർമ്മാണ സഭയിൽ നമ്മൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. ജനകീയ സഭയായി ഒരു നിയമനിർമ്മാണ സഭയെ എങ്ങനെ എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇനി ഈ മഹാവേദിയിൽ അടുത്തത് KLIBF റിപ്പോർട്ടർ ബ്രാൻഡ് അവാർഡ്സ് 2026ന്റെ ആദരങ്ങൾ സമർപ്പിക്കുന്ന സമയമാണ്. ആദ്യമായി നമുക്ക് പരിചയപ്പെടാം കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. ആഗോളതാപ വ്യതിയാനത്തിന് പരിഹാരമൊരുക്കുകയാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാർബൺ ക്രെഡിറ്റ് പ്രോജക്ട്. റീജനറേറ്റീവ് അഗ്രികൾച്ചർ രീതിയിലൂടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന ഈ പദ്ധതി തമിഴ്നാട്ടിലുള്ള 15,000-ഓളം കർഷകർ ഇതിനോടകം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ലക്ഷം ഏക്കറിൽ കാർബൺ ക്രെഡിറ്റ് നടപ്പാക്കുന്നതിലൂടെ 2,200 കോടി രൂപയുടെ വരുമാനമാണ് ലക്ഷ്യം വെക്കുന്നത്. ഹെർബൽ സാനിറ്ററി നാപ്കിനായ ഗ്രീൻ പാഡ്, വിർജിൻ കോക്കനട്ട് ഓയിൽ ഉൾപ്പെടെയുള്ള 20ഓളം പരിസ്ഥിതി ഉൽപ്പന്നങ്ങളും സൊസൈറ്റി നിർമ്മിക്കുന്നു. മാലിന്യത്തിൽ നിന്നും സമ്പത്തുണ്ടാക്കുന്ന പ്രോജക്റ്റായ BSFL പ്രോജക്റ്റും കൈരളി മുന്നോട്ട് വച്ചിട്ടുണ്ട്. 5 ടൺ ജൈവമാലിന്യം BSFL പ്ലാന്റിലേക്ക് എത്തിക്കുന്നവർക്ക് ദിവസേന 15,000 രൂപ വരെ നേടാൻ കഴിയും. 5 ടൺ ജൈവമാലിന്യത്തിൽ നിന്നും 2.5 ടണ്ണോളം ഉൽപ്പന്നങ്ങൾ, ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുക സാധ്യമാണ്. ജനങ്ങൾക്ക് പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യവും ഒപ്പം വരുമാനവുമെന്ന ആശയം വിജയകരമായി നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് തൃശൂരിലെ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയും അതിന്റെ അമരക്കാരനായ KV അശോകനും. അവാർഡ് ഏറ്റുവാങ്ങാനായി ശ്രീ KV അശോകൻ അവർകളെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ സാറിനെയും ഒപ്പം റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിൻ ആൻഡ് കൺസൾട്ടിംഗ് എഡിറ്റർ ശ്രീ അരുൺ കുമാർ. നല്ലൊരു കയ്യടിയാവാം. KLIBF റിപ്പോർട്ടർ ബ്രാൻഡ് അവാർഡ്സിൽ അടുത്തത് NSR ഫുഡ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. തമിമി ഫുഡ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ നൌഷാദ് KH ശക്തമായ മൂല്യങ്ങളിലും ലാളിത്യത്തിലും ദൃഢനിശ്ചയത്തിലും തന്റേതായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തി വിജയം കൈവരിച്ച ഒരു സംരംഭകനാണ്. കേര സ്വാദ് എന്ന ബ്രാൻഡിൽ സ്വന്തമായി ഒരു വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചതും കേരളത്തിലെ ഏറ്റവും ശുചിത്വമുള്ള നിർമ്മാണ യൂണിറ്റുകളിൽ ഒന്നായി ഇന്ന് അഭിമാനത്തോടെ നിലകൊള്ളുന്നതും ഇതിന് മാതൃകയാണ്. വിജയകരമായ MBA പൂർത്തിയാക്കിയ ശേഷം മക്കളായ സമീർ KN-ഉം റമീസ് K നൌഷാദും ഒപ്പം ശ്രീ നൌഷാദും ചേർന്നാണ് കേരളത്തിലെ മുൻനിര ഭക്ഷണ ബ്രാൻഡുകളിലൊന്നായ തമിമി ഫുഡ്സ് ഉയർത്തിയെടുത്തത്.
പ്രീമിയം പ്രഭാത ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന കോപ്പർ കൺട്രോൾഡ് റോസ്റ്റിംഗ് എന്ന നൂതന ഉൽപാദന പ്രക്രിയയാണ് തമീമി ഫുഡ്സിന്റെ USP. ഒരു ചെറിയ പാക്കിംഗ് യൂണിറ്റിൽ നിന്ന് മുൻനിര ഭക്ഷ്യ നിർമ്മാണ ബ്രാൻഡിലേക്ക് വളർന്ന ശ്രീ നൌഷാദിന്റെ കഥ ഒരു ബിസിനസ് വിജയഗാഥ മാത്രമല്ല, മറിച്ച് ഒരു സംരംഭകന്റെ ദീർഘദർശനം, സമഗ്രത എന്നിവയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. യെസ്, അവാർഡ് ഏറ്റുവാങ്ങുവാനായി NSR ഫുഡ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ MD KH നൌഷാദിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത അവാർഡ്സിലേക്ക് കടക്കുകയാണ്. ഫോർച്യൂൺ IAS അക്കാദമി. കേരളത്തിൽ നിന്ന് തന്നെ IAS തയ്യാറെടുപ്പ് സാധ്യമാണെന്ന വിശ്വാസം മലയാളികൾക്ക് നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച സ്ഥാപനം. UPSC തയ്യാറെടുപ്പുകളുടെ പ്രധാന കേന്ദ്രമായ ഡൽഹിയിൽ നിന്നും ദക്ഷിണേന്ത്യക്കാരുടെ പ്രഥമ ലക്ഷ്യസ്ഥാനമാക്കി തിരുവനന്തപുരത്തെ മാറ്റിയത് 11 വർഷത്തെ ഫോർച്യൂണിന്റെ അതുല്യ നേട്ടങ്ങളുടെ ഫലമായാണ്. 460-ലധികം വിദ്യാർത്ഥികളെ സിവിൽ സർവീസിലേക്ക് നയിച്ച കേരളത്തിലെ ഏക സ്ഥാപനമെന്ന ഖ്യാതി ഫോർച്യൂണിനെ നമ്പർ 1 അക്കാദമി എന്ന നിലയിലേക്ക് ഉയർത്തി. അർഹരായ നിരവധി വിദ്യാർത്ഥികളുടെ IAS സ്വപ്നം സാക്ഷാത്കരിച്ച ഗവർണറുടെ ആദരവിന് അർഹമാക്കിയ സ്കോളർഷിപ്പ് പദ്ധതി സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഉദാത്ത മാതൃകയാണ്. വിദഗ്ധ ഫാക്കൽറ്റിയും UPSC പോലുള്ള കഠിന പരീക്ഷ വിജയിക്കാൻ അനിവാര്യമായ 1-to-1 മെന്റർഷിപ്പുമാണ് ഫോർച്യൂണിന്റെ വിജയം രൂപപ്പെടുത്തിയത്. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ റിട്ടയർഡ് IAS ശ്രീ TK നായർ നേതൃത്വം നൽകുന്ന അഡ്വൈസറി കൗൺസിൽ ഫോർച്യൂൺ IAS അക്കാദമിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങാനായി ഫോർച്യൂൺ IAS അക്കാദമി ഡയറക്ടർ മുനിദർശൻ വിജിയെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ കീഴിലുള്ള കേരള സർക്കാർ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് ഇന്ന് ഇന്ത്യയിലെ മാതൃകാ സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. നമുക്ക് അവരുടെ പ്രൊഫൈൽ വീഡിയോ കാണാം. ആഗോള അവസരങ്ങളിലേക്ക് സുരക്ഷിത പാതയൊരുക്കുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി ഇന്ത്യൻ സർക്കാരിന്റെ നയങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് വിദേശ തൊഴിൽ നിയമനങ്ങൾ നടത്തിവരുന്ന ഒഡൈപെക് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തൽ, നൈപുണ്യ പരിശോധന, ഇന്റർവ്യൂ ഏകോപനം, ഇമിഗ്രേഷൻ നടപടികൾ ഗുണനിലവാരത്തിലും നിയമാനുസൃതത്തിലും നടപ്പിലാക്കുന്നതിനാൽ വിദേശ തൊഴിൽദാതാക്കൾക്ക് ഒഡൈപെക് പ്രിയപ്പെട്ടതായി. കേരള സർക്കാർ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ കീഴിലുള്ള ഉന്നതി എന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്റെ നടത്തിപ്പ് ഒഡൈപെക്കാണ് നിർവഹിക്കുന്നത്. 1977 സ്ഥാപിതമായ ഒഡൈപെക് ഇന്നുവരെ ഏകദേശം 12,500 വിദേശ നിയമനങ്ങൾക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവാർഡ് ഏറ്റുവാങ്ങാനായ ഒഡൈപെക്കിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് KP അനിൽകുമാറിനെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. KLIBF റിപ്പോർട്ടർ ബ്രാഞ്ച് അവാർഡിൽ സസ്റ്റൈനബിലിറ്റി ഇന്നോവേഷൻ അവാർഡ് ഇൻ പെയിന്റ് കാറ്റഗറിയിൽ ഈ വർഷം പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ പേരിൽ തന്നെയുണ്ട്, നമ്മുടെ ഈ നാടിന്റെ പേരിൽ തന്നെയുണ്ട്. യെസ്, ദാറ്റ്സ് കേരള പെയിന്റ്സ് ഇൻഡസ്ട്രീസ് ആണ്. ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത പരിസ്ഥിതി സൗഹൃദ പെയിന്റുകൾ അവതരിപ്പിച്ചാണ് കേരള പെയിന്റ്സ് ഇൻഡസ്ട്രീസ് ശ്രദ്ധ നേടുന്നത്. ജൈവ കൃഷി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ 10 വർഷത്തിലേറെ പരിചയമുള്ള ജോസഫ് ലിജോ, മിഥുൻ പുല്ലുമേട്ടിൽ എന്നിവരാണ് കേരള പെയിന്റ്സിന്റെ സ്ഥാപകർ. മറ്റു പെയിന്റുകൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറയ്ക്കുകയും പ്രകൃതിക്കും കൃഷിക്കാർക്കും നേട്ടമുണ്ടാവുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ കേരള പെയിന്റ്സ് ഇൻഡസ്ട്രീസ് കേരളത്തിന്റെ ചുമരുകളിൽ ഇഷ്ടനിറമായി മാറിക്കൊണ്ടിരിക്കുന്നു. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് വികസിപ്പിച്ച നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് അധിഷ്ഠിത പെയിന്റ് ടെക്നോളജി കേരള പെയിന്റ്സിന്റെ മികച്ച സംഭാവനയാണ്. പ്രകൃതിദത്ത ധാതുക്കളിൽ വികസിപ്പിച്ച പെയിന്റുകൾ വീടുകളിലും പൊതുവിടങ്ങളിലും സുരക്ഷിതമായ അന്തരീക്ഷവും ഒപ്പം നാട്ടിൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നു. ഭംഗിയോടൊപ്പം ആരോഗ്യവും സംരക്ഷിക്കുന്ന കേരള മോഡൽ സൃഷ്ടിക്കുകയാണ് കേരള പെയിന്റ്സിന്റെ പ്രധാന ലക്ഷ്യം. അവാർഡ് ഏറ്റുവാങ്ങാനായി കേരള പെയിന്റ്സ് ചെയർമാൻ ശ്രീ ജോസഫ് ലിജോയെയും മാനേജിംഗ് ഡയറക്ടർ മിഥുൻ പുല്ലുമേട്ടിലിനെയും വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
കേരളത്തിലെ സാധാരണക്കാരായ ഓരോ വിദ്യാർത്ഥിക്കും വിദേശ പഠനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വഴിയൊരുക്കി ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം പ്രൊഫഷണൽ തലങ്ങളിലേക്ക് വളർത്തിയ സ്ഥാപനമാണ് ദിലീപ്സ് അക്കേഴ്സ് സ്റ്റഡി അബ്രോഡ്. മതിയായ വിവരങ്ങളില്ലാതെ തെറ്റായ രാജ്യങ്ങളും കോഴ്സുകളും തിരഞ്ഞെടുക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ വലിയ സാമ്പത്തിക ബാധ്യതകളിൽ പെട്ടുകൊണ്ട് നാട്ടിലേക്ക് പോലും വരാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് RK സ്റ്റഡി അബ്രോഡ് ചെയർമാൻ ശ്രീ ദിലീപ് രാധാകൃഷ്ണൻ പുതിയ പ്രതീക്ഷകളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷനായി യൂറോപ്പിനെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി അവതരിപ്പിച്ചത്. ഉയർന്ന ചിലവുള്ള UK, ഓസ്ട്രേലിയ, കാനഡ പോലുള്ള രാജ്യങ്ങൾക്ക് പകരം ബെൽജിയം, ഓസ്ട്രിയ, ലിത്വാനിയ തുടങ്ങിയ 20-ലേറെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തി അവിടുത്തെ വിദ്യാഭ്യാസ സാധ്യതകൾ നേരിൽ പഠിച്ച് ഈ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെയും അവിടുത്തെ ഫാക്കൽറ്റികളെയും വിദ്യാർത്ഥികളെയും നേരിട്ട് കണ്ടറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകുന്ന അദ്ദേഹം കുറഞ്ഞ ചെലവിൽ മികച്ച നിലവാരമുള്ള വിദേശ വിദ്യാഭ്യാസം മലയാളികൾക്ക് ലഭ്യമാക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായ ഓരോ വിദ്യാർത്ഥിക്കും വിദേശ പഠനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള മാസ്റ്റർ കൺസൾട്ടന്റ് ശ്രീ ദിലീപ് രാധാകൃഷ്ണന്റെ പരിശ്രമങ്ങൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുകയാണ്. മികവിനുള്ള ഈ അവാർഡ് ഏറ്റുവാങ്ങാനായി ദിലീപ് അക്കേഴ്സ് സ്റ്റഡി അബ്രോഡ് ചെയർമാൻ ദിലീപ് രാധാകൃഷ്ണനെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതും ഏറ്റവും മികച്ച സംഭാവന കേരള വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്നതുമായ സ്ഥാപനമാണ് കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. 2018 കണ്ണൂരിൽ തുടക്കം കുറിച്ച് ഇന്ന് കേരളമെമ്പാടും വളർന്നു നിൽക്കുന്ന കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ CMA, ACCA, CA, CS പോലെയുള്ള പ്രീമിയം കോഴ്സുകൾ ഏതൊരാൾക്കും കുറഞ്ഞ ചെലവിൽ നേടാൻ കഴിയും എന്നതിന്റെ സാക്ഷാത്കാരമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചേഴ്സിൽ 500-ലധികം ഫാക്കൽറ്റി സ്ട്രെങ്തോടുകൂടി 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നയാത്രയ്ക്ക് പിന്തുണ നൽകുകയാണ് കാറ്റലിസ്റ്റ്. ചുരുങ്ങിയ സമയം കൊണ്ട് കൈവരിച്ച ഈ വളർച്ച ഇവിടെ എത്തുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ആത്മവിശ്വാസവും കാഴ്ചപ്പാടുകളിലെ ദൃഢനിശ്ചയവും അവരുടെ റിസൾട്ടുകളായി മാറ്റുവാൻ കഴിയുന്നതാക്കി. വരും കാലത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച കാറ്റലിസ്റ്റ് ഒരു മികച്ച കരിയർ സ്വപ്നം കാണുന്ന ഓരോരുത്തർക്കും മാറ്റത്തിന്റെ പ്രതീക്ഷ നൽകി മുന്നേറുന്നു. അവാർഡ് ഏറ്റുവാങ്ങാനായി കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ ഫൗണ്ടർ ആൻഡ് CEO സൽമാൻ EVA വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ മരുന്നുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് ആശ്വാസ് ലൈഫ് കെയർ. അവനവന്റെ ജീവിത മാർഗത്തിനൊപ്പം സമൂഹത്തിന് നന്മ ചെയ്യുക എന്ന ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് ആശ്വാസ് ലൈഫ് കെയർ എന്ന പ്രസ്ഥാനം. 2005 ഫാർമസിസ്റ്റ് വെൽഫെയർ സൊസൈറ്റി എന്ന സ്ഥാപനം ഫാർമസിയിൽ ഡിഗ്രിയും ഡിപ്ലോമയും നേടിയ 9 പേരടങ്ങുന്ന സംഘം ആരംഭിച്ചപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക, പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു. ഇപ്പോൾ 20 വർഷത്തിന് ശേഷം കേരളത്തിലും തമിഴ്നാട്ടിലുമായി 300-ലേറെ ഫാർമസികളുമായി സ്വകാര്യ മേഖലയിൽ വില കുറച്ച് മരുന്നുകൾ വിതരണം ചെയ്യുന്ന ആശ്വാസ് ലൈഫ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വലിയ പ്രസ്ഥാനമായി ഇത് മാറിയിരിക്കുന്നു. മരുന്നുകൾക്ക് 15% മുതൽ 65%, ഇൻസുലിൻ മരുന്നുകൾക്ക് 20% മുതൽ 30% വരെ വിലക്കുറവ് ആശ്വാസ് നൽകുന്നു. തങ്ങൾക്ക് ലഭിക്കേണ്ട ലാഭം സമൂഹത്തിലെ സാധാരണക്കാർക്ക് നൽകുന്നതിന് മനസ്സുകൊണ്ട് തയ്യാറായ 9 ചെറുപ്പക്കാരുടെ സ്വപ്ന സാഫല്യം ഇന്ന് ആശ്വാസ് ഡയഗ്നോസ്റ്റിക്സ്, ആശ്വാസ് പോളിക്ലിനിക്, ആശ്വാസ് ഇൻഫോടെക്, ആശ്വാസ് ഫാർമ, കരുണ കമ്മ്യൂണിറ്റി മെഡിക്കൽസ് തുടങ്ങിയ നിരവധി ആതുര സേവന സ്ഥാപനങ്ങളിലൂടെ പൊതുസമൂഹത്തിന്റെ പിന്തുണയിൽ ഉയരങ്ങൾ കീഴടക്കുകയാണ്. മികവുറ്റ ഈ അവാർഡ് ഏറ്റുവാങ്ങാനായി ആശ്വാസ് ലൈഫ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാൻ രജനീഷ് കുമാർ SS വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എക്കോ ഫ്രണ്ട്ലി കോട്ടേജ് ആൻഡ് ടൂറിസം പ്രൊജക്ടുകളിലൂടെ പ്രകൃതി സംരക്ഷണത്തോടെ ഉത്തരവാദിത്തമുള്ള ടൂറിസം പ്രവർത്തനങ്ങളും ഒപ്പം ബിസിനസ് ആവാസ വ്യവസ്ഥകൾ കെട്ടിപ്പടുക്കുകയും ചെയ്തു വരുന്ന
ജസ്റ്റ് പെയ്ഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് ഈ പുരസ്കാരം. വൈവിധ്യമായ മേഖലകളിൽ സുതാര്യവും പുതുപുത്തൻ സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ വിവിധതരം ബിസിനസ് ആവാസ വ്യവസ്ഥകൾ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജസ്പേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിതമായത്. 2021 ജനുവരിയിലാണ് ജസ്പേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളം ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൽ അറിയപ്പെടുന്ന ഇവന്റ് ആൻഡ് കാറ്ററിംഗ് ബ്രാൻഡ്സിലൊന്നായ സിൽവർ സ്പൂൺ ഇവന്റ്സ് മാനേജ്മെന്റ് വഴിയാണ് ജസ്പേഡ് ഗ്രൂപ്പിന് ശക്തമായ ഒരു അടിത്തറ രൂപപ്പെട്ടത്. ഗ്രൂപ്പിന്റെ ഒരു പ്രധാന നാഴികക്കലായിരുന്നു ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിന്റെ ആരംഭം. ലാൻഡ് ഡെവലപ്മെന്റ്, പ്ലോട്ടഡ് പ്രോജക്ട്സ്, സ്ട്രക്ചേർഡ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നിവയാണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിന്റെ മുഖ്യ മേഖലകൾ. റിയൽ എസ്റ്റേറ്റിനൊപ്പം പിന്നീട് ഇക്കോ ഫ്രണ്ട്ലി കോട്ടേജ് ആൻഡ് ടൂറിസം പ്രോജക്റ്റിലേക്കും ജസ്പേഡ് കടന്നുവന്നു. പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതത്തിൽ സുസ്ഥിരമായ വികസനവും ഉത്തരവാദിത്വമുള്ള ടൂറിസം പ്രവർത്തനങ്ങളും കൂടെ സംയോജിപ്പിച്ചുള്ള പദ്ധതികളാണ് ഈ വിഭാഗത്തിൽ നടപ്പാക്കുന്നത്. ഇന്ന് വൈവിധ്യമായ പ്രോജക്റ്റിലൂടെ ജസ്പേഡ് വിശ്വാസമേറിയ മൾട്ടി സെക്ടർ ബിസിനസ് ഗ്രൂപ്പായി തലയെടുപ്പോടെ നിലകൊള്ളുന്നു. അവാർഡ് ഏറ്റുവാങ്ങാനായി ജസ്പേഡ് ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ അബൂബക്കറിനെയും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ നിഷാദ് അബൂബക്കറിനെയും വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. NAAC അംഗീകാരവും UGCയുടെ കാറ്റഗറി 1 ഗ്രേഡഡ് ഓട്ടോണമിയുമുള്ള രാജ്യത്തെ തന്നെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനമായ ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ് അടുത്ത പുരസ്കാരം. കഴിഞ്ഞ 30 വർഷങ്ങളായി വിദ്യാഭ്യാസ മേഖലയിൽ സ്തുത്യർഹമായ സേവനം നടത്തുന്ന ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കീഴിലുള്ള 80-ലേറെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. NAC A++ അംഗീകാരവും UGCയുടെ കാറ്റഗറി 1 ഗ്രേഡഡ് ഓട്ടോണമിയുമുള്ള രാജ്യത്തെ തന്നെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനമായ ജെയിൻ അക്കാദമിക് മികവിനൊപ്പം തന്നെ നവീന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും എപ്പോഴും മുൻപന്തിയിലാണ്. ഈ മികവിന്റെ തുടർച്ചയെന്നോണം ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ആതിഥേയത്വം വഹിക്കുന്ന ബൃഹത്തായ സംഗമമാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിജ്ഞാന വിനോദ ഉച്ചകോടിയുടെ 2ാം പതിപ്പ് വരുന്ന ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ കൊച്ചിയിൽ അരങ്ങേറും. ആദ്യ പതിപ്പിന്റെ വൻ വിജയത്തിന് ശേഷം ഇത്തവണ കൂടുതൽ വിപുലമായാണ് സമ്മിറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 7 വ്യത്യസ്ത ട്രാക്കുകളിലായി നടക്കുന്ന സെഷനുകളിൽ 400-ലധികം ആഗോള വിദഗ്ധർ പങ്കെടുക്കുന്ന 30ഓളം പാനൽ ചർച്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോ, ഡ്രോൺ ഷോ, ഇ സ്പോർട്സ് വേൾഡ് എന്നിവയും 2ാം പതിപ്പിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. വെറുമൊരു ഉച്ചകോടി എന്നതിനപ്പുറം സാധാരണക്കാരുടെ ആശയങ്ങൾക്കും വിദ്യാർത്ഥികളുടെ സർഗാത്മകതയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്ന വേദിയാണിത്. കാരണം വിഷയം ഫ്യൂച്ചറാണ്. അവാർഡ് ഏറ്റുവാങ്ങാനായി ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ണി, ഹെഡ് ഓഫ് ഫിനാൻസ് ആൻഡ് ഇൻഡസ്ട്രി എൻഗേജ്മെന്റ്സിന്റെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പുതുമയുടെയും പ്രൊഫഷണലിസത്തിന്റെയും കരുത്തോടെ 1 വർഷത്തെ യാത്രയിൽ തന്നെ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ച X8 Tours പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് KLIBF റിപ്പോർട്ടർ ബ്രാൻഡ് അവാർഡ്സ് 2026-ൽ കേരളത്തിലെ എമർജിംഗ് ട്രാവൽ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. യാത്ര കേവലം ബിസിനസ് അല്ല, ഒരു അനുഭവമാക്കി നല്ലൊരു ഓർമ്മയാക്കി മാറ്റണം എന്ന ദൃഢനിശ്ചയത്തോടെ പിറവികൊണ്ട സ്ഥാപനമാണ് X8 ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 11 മാസങ്ങൾക്ക് മുൻപുള്ള ഫെബ്രുവരി 19-ന് 3 മനസ്സുകൾ കണ്ട ഒരു സ്വപ്നം ഇന്ന് ലോകമെങ്ങും പറന്നുയരുന്നവരുടെ വലിയൊരു കൂട്ടാളിയായി മാറിയിരിക്കുകയാണ്. മാസങ്ങൾക്കുള്ളിൽ തന്നെ 1000-ലധികം സന്തുഷ്ട യാത്രക്കാർ, 4.9 സ്റ്റാർ റേറ്റിംഗ്, 149 യഥാർത്ഥ റിവ്യൂകൾ, 16 ഫിക്സഡ് ഡിപ്പാർച്ചേഴ്സ്, 10 മൈസ് ഗ്രൂപ്പ്സ്, 4.5 കോടിക്ക് മുകളിൽ റവന്യൂ തുടങ്ങിയ സ്വപ്ന നേട്ടങ്ങൾ സ്വന്തമാക്കി X8 ടൂർസ് കുതിക്കുകയാണ്. മാനേജിംഗ് ഡയറക്ടർ ഗിരീഷ് ഗോപിനാഥിന്റെയും ഓപ്പറേഷൻ ഡയറക്ടർ ഷാരോൺ പ്രശാന്തിന്റെയും ഫിനാൻസ് ഡയറക്ടർ ഷെഫീഖ് നീർമുണ്ടയുടെയും നേതൃത്വം കേരളത്തിലെ യാത്രാപ്രേമികളുടെ മനസ്സിൽ X8-ന് ഇടം നേടിക്കൊടുത്തു. അവാർഡ് ഏറ്റുവാങ്ങാനായി X8 ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഗിരീഷ് ഗോപിനാഥൻ, ഡയറക്ടർമാരായ ഷഫീഖ് നീർമുണ്ട, ഷാരോൺ പ്രശാന്ത് എന്നിവരെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
റിപ്പോർട്ടർ TV ഡിസ്ട്രിബ്യൂഷൻ പാർട്ണറായ ശ്രീ ശിവപ്രസാദ് അദ്ദേഹത്തെ മൊമെന്റോ നൽകി ആദരിക്കുന്നു.